വിശദമായ കലോത്സവ വാർത്തകളിലേക്ക്. കലോത്സവ ആഘോഷങ്ങളിൽ കോഴിക്കോട് 61ാമത് സ്കൂൾ കലോത്സവത്തിന് കോഴിക്കോട് തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ തിരിതെളിച്ചു. രാവിലെ 8:30 പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ജീവൻ ബാബു പതാക ഉയർത്തിയതോടെയാണ് കലോത്സവത്തിന്റെ ചടങ്ങുകൾക്ക് ഔദ്യോഗിക തുടക്കമായത്. 10 മണിയോടെ പ്രധാന വേദിയായ വിക്രം മൈതാനിയിൽ പ്രൌഢഗംഭീരമായ ഉദ്ഘാടന ചടങ്ങ്. മറ്റ് ദീപങ്ങൾ കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ, ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ. കേരളത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരത്തിന്റെ പരിച്ഛേദമാണ് കലോത്സവമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. മാറുന്ന കാലത്തേക്ക് തുറന്നുപിടിച്ച കണ്ണാടിയാണ് കലോത്സവം. കല ജാതിക്കും മതത്തിനും അതീതമാണ്. മാറുന്ന കാലത്തിലേക്ക് പിടിച്ച കണ്ണാടിയാവുകയാണ് സ്കൂൾ കലോത്സവം. ജാതിക്കും മതത്തിനും അതീതമാണ് കല. കാലത്തിനനുസരിച്ച് കലോത്സവ മാനുവൽ പരിഷ്കരിക്കപ്പെടണമെന്ന് വിദ്യാഭ്യാസ മന്ത്രി. കഴിവുള്ള കുട്ടികളെ കണ്ടെത്തി അവരുടെ വാസനകൾ വളർത്താൻ കാലോചിതമായ മാറ്റങ്ങൾ അനിവാര്യമാണ്. അതിനെന്ത് ചെയ്യാനാവുമെന്ന് പരിശോധിക്കും. കാലത്തിനനുസരിച്ച് കലോത്സവ മാനുവൽ പരിഷ്കരിക്കപ്പെടണം. മന്ത്രിമാരായ PA മുഹമ്മദ് റിയാസ്, AK ശശീന്ദ്രൻ, അഹമ്മദ് ദേവർകോവിൽ, സ്പീക്കർ AN ഷംസീർ തുടങ്ങിയവരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. ഒരിക്കലും ഇത് രക്ഷിതാക്കളും ടീച്ചർമാരുമായുള്ള മത്സരമായി മാറാതെ കുട്ടികൾ തമ്മിലുള്ള മത്സരമായി മാറാൻ നമുക്ക് സാധിക്കണം. ഏറെ പുതുമയുള്ള ഈ കലോത്സവം നമ്മുടെ ഓർമ്മയിൽ ഒരാവേശമായി, ഒരാദരവായി നിറഞ്ഞു നിൽക്കട്ടെ. ചടങ്ങിൽ മുഖ്യാതിഥിയായ സിനിമാ താരവും നർത്തകിയുമായ ആശാ ശരത് തന്റെ കലോത്സവ ഓർമ്മകൾ പങ്കുവച്ചു. അന്ന് എന്തൊക്കെ ടെൻഷനിലാണ്, ആരെയൊക്കെ പ്രാർത്ഥിച്ചിട്ടാണ് കാലുകൾ എടുത്തു വെച്ചതോ അതേ ഒരു വികാരമായിരുന്നു വർഷങ്ങൾക്ക് ശേഷം ഇന്ന് ഇത്രയും ദൈവികമായ വേദികൾ കാലെടുത്ത് വെക്കുമ്പോൾ ഞാൻ അനുഭവിച്ചത്. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി കുട്ടികൾ അവതരിപ്പിച്ച സ്വാഗതഗാനവും ശ്രദ്ധേയമായിരുന്നു. ടീം ന്യൂസ് 18 കോഴിക്കോട്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ പോയിന്റ് നിലയിൽ കണ്ണൂർ മുന്നിൽ. 194 പോയിന്റാണ് കണ്ണൂരിന്. 188 പോയിന്റുമായി കോഴിക്കോടും 187 പോയിന്റുമായി കൊല്ലവും തൊട്ടു പിന്നിലുണ്ട്. അശ്വിൻ വല്ലത്തുണ്ട് വിവരങ്ങളുമായി. അശ്വിൻ വല്ലത്ത്, ഒന്നാം ദിനം തന്നെ ശക്തമായ മത്സരം വിവിധ ജില്ലകൾ തമ്മിൽ നടക്കുന്നു. ഒപ്പം ആദ്യ ദിനം മത്സരങ്ങൾ പൂർത്തിയാകാറായോ, സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല ചിലയിടങ്ങളിലെങ്കിലും എന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോഴെന്താണ് സാഹചര്യം? വേദികൾ ഇപ്പോഴും സജീവമാണോ? രേണുക, വാശിയേറിയ മത്സരം തന്നെയാണ് കോഴിക്കോട് കലോത്സവത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം നമുക്ക് കാണാം, പോയിന്റ് പട്ടികയിൽ വിവിധ ജില്ലകൾ മാറി മാറി വരുന്നു. നേരത്തെ തൃശൂർ ജില്ല 3ാം സ്ഥാനത്ത് എന്ന സ്ഥലത്ത് ഇപ്പോൾ തൃശൂരിനെ പിന്തള്ളി കൊല്ലം ജില്ല 3ാം സ്ഥാനത്തേക്ക് വന്നിരിക്കുന്നു. തൃശൂർ 4ാം സ്ഥാനത്തേക്കും പാലക്കാട് 5ാം സ്ഥാനത്തേക്കും മാറിയിരിക്കുന്നു. ഇങ്ങനെ ജില്ലകൾ തമ്മിൽ ഒരു വാശിയേറിയ മത്സരം ആദ്യ ദിനം മുതൽ തന്നെ നടക്കുന്നു. ഇനി അങ്ങോട്ടേക്ക് വലിയ മത്സരങ്ങൾ, കൂടുതൽ പോയിന്റുകൾ ഉണ്ടാവുന്ന അത്തരത്തിലുള്ള സാധ്യതകൾ വരുന്നു. ഇനിയും ഒരുപക്ഷെ പോയിന്റ് പട്ടികയിൽ മാറ്റങ്ങൾ, വലിയ മാറ്റങ്ങൾ വന്നേക്കാം. പിന്നിൽ നിന്നവർ മുന്നിലേക്ക് വന്നേക്കാം. അത്തരത്തിലുള്ള സാധ്യതകളൊക്കെയുണ്ട്. ഈ ഏറ്റവും അവസാന ഘട്ടത്തിൽ മത്സരം രാത്രിയോടടുക്കുമ്പോൾ ഉയരുന്ന ഒരു പരാതി, സമയക്രമത്തിൽ പല വേദികളിലും സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. പ്രധാന വേദിയിൽ ഇപ്പോഴും സംഘനൃത്തം തുടർന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ ഗസൽ ടൗൺ ഹാളിൽ നടക്കുന്നുണ്ട്. ഇങ്ങനെ ഈ തരത്തിൽ പലയിടങ്ങളിലും 2 മണിക്കൂർ 3 മണിക്കൂറും ഒക്കെ വൈകി മത്സരങ്ങൾ നടക്കുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. പരമാവധി സമയക്രമം പാലിക്കാൻ ശ്രമിക്കുന്നുണ്ട്. സംഘാടകർ നേരത്തെ തന്നെ വ്യക്തമാക്കിയിരുന്നത് സമയക്രമം പാലിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും എന്നുള്ളതാണ്. പക്ഷേ ആദ്യ ദിവസത്തിൽ മത്സരം തീരാനാവുമ്പോൾ, ആദ്യ രാത്രി പിന്നിടുമ്പോൾ, കലോത്സവം പിന്നിടുമ്പോൾ പലയിടങ്ങളിലും സമയക്രമം പാലിക്കാൻ കഴിയുന്നില്ല. പക്ഷേ മുന്നോട്ടേക്ക് പോകുമ്പോൾ, നാളെയൊക്കെ ആകുമ്പോഴേക്ക് ഇത് പാലിക്കാൻ കഴിയും. ഇന്നിപ്പോൾ ഉദ്ഘാടന സെഷൻ അടക്കമുള്ളത് കൊണ്ടാണ് അല്പം വ്യത്യാസം വന്നത് എന്ന് സംഘാടകർ പറയുന്നു. നാളെ രാവിലെ മുതൽ തന്നെ നാടക മത്സരം ഉൾപ്പെടെയുള്ളവയുണ്ട്. അതോടുകൂടി തന്നെ മത്സരം ഇനിയും കടുക്കാൻ തന്നെയാണ് സാധ്യത. ഇന്ന് ഉച്ചയ്ക്ക് ഉണ്ടായൊരു കോൽക്കളി മത്സരത്തിൽ ഉണ്ടായൊരു ചെറിയ പ്രശ്നം ഒഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ കല്ലുകടികൾ ഇല്ലാത്തതാണ് കലോത്സവം. ഒന്നാമത്തെ ദിവസം വളരെ ആവേശകരമാണ്. വലിയ ജനപങ്കാളിത്തമാണ് കോഴിക്കോട് ഉണ്ടാവുന്നത്. പ്രധാന വേദിയിലടക്കം വലിയ രൂപത്തിൽ ആളുകൾ എത്തുന്നു. നാളെ ഒപ്പന മത്സരമുണ്ട്. ഒപ്പന മത്സരമൊക്കെ ആകുമ്പോഴേക്ക് കോഴിക്കോട് പ്രധാന വേദി നിറഞ്ഞു കവിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിൽ ജനകീയമാണ് മേള എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ശരി, ജനകീയ മേളയാണ്. ഗ്ലാമർ ഇനങ്ങളൊക്കെ ആരംഭിക്കുമ്പോൾ വലിയ തിരക്കായിരിക്കും, ഇതിൽ കൂടുതൽ തിരക്കായിരിക്കും എന്നതാണ് അശ്വിൻ വെള്ളത്ത് പറയുന്നത്. എന്തായാലും ഇപ്പോൾ സംഘനൃത്ത മത്സരം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്.
സംഘനൃത്ത മത്സരം പുരോഗമിക്കുന്നതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് കണ്ടത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കോൽക്കളി വേദിയിൽ പ്രതിഷേധമുയർന്നു. ഇന്ന് കോൽക്കളി വേദിയിലെ കാർപ്പറ്റിൽ തെന്നി വീണ ഒരു വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതാണ് പ്രതിഷേധത്തിന് കാരണമായത്. കാർപ്പറ്റ് മാറ്റണമെന്ന് മത്സരാർത്ഥികൾ ആവശ്യപ്പെട്ടതോടെ മത്സരമേറെ നേരം തടസ്സപ്പെട്ടു. കാർപ്പറ്റ് മാറ്റിയ ശേഷമാണ് കോൽക്കളി മത്സരം പിന്നീട് പുനരാരംഭിച്ചത്. ആദ്യ ദിനത്തിൽ തന്നെ കലോത്സവ വേദി പ്രതിഷേധത്തിനും വേദിയായി. കോഴിക്കോട് ബീച്ചിന് സമീപത്തെ ഗുജറാത്ത് ഹാളിലായിരുന്നു കോൽക്കളി മത്സരങ്ങൾ. മത്സരത്തിനിടെ വേദിയിലെ കാർപ്പറ്റ് തെന്നിമാറി വിദ്യാർത്ഥിക്ക് പരിക്കേറ്റതാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. പെരുമ്പാവൂർ ജമാഅത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥി സൂഫിയാനാണ് പരിക്കേറ്റത്. കുട്ടിയെ ബീച്ച് ആശുപത്രിയിലെത്തിച്ചു. തുടർന്ന് കാർപ്പറ്റ് മാറ്റി മത്സരം നടത്തണമെന്ന് അധ്യാപകരും വിദ്യാർത്ഥികളും ആവശ്യപ്പെട്ടു. കാർപ്പറ്റ് ഒന്നല്ലെങ്കിൽ ഫുള്ളായിട്ടുള്ളത് നേരത്തെ വിരിക്കേണ്ടി വരും, മടങ്ങാത്ത പോലെ. ഇതിപ്പോ ഓരോ സ്ഥലത്ത് ഒട്ടിച്ചു വെച്ച പോലെയല്ലേ, അപ്പൊ കളിക്കാൻ പറ്റിയ. സംഭവം വിവാദമായതോടെ കാർപ്പറ്റ് മാറ്റി സംഘാടകർ പ്രശ്നം പരിഹരിച്ചു. 3 മണിക്കൂറിന് ശേഷമാണ് മത്സരം പുനരാരംഭിച്ചത്. ചെറിയൊരു തടസ്സം നേരിട്ടെങ്കിലും നിറഞ്ഞ കയ്യടിയോടുകൂടിയാണ് മലബാറിന്റെ തനതു കലാരൂപങ്ങളിലൊന്നായ കോൽക്കളിയെ കോഴിക്കോട്ടുകാർ സ്വീകരിച്ചത്. ഷാഫിയോടൊപ്പം കലോത്സവ വേദിയിൽ നിന്ന് സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കലോത്സവം കാണാൻ കോഴിക്കോട്ടെത്തിയ ചാക്യാരുടെ വിശേഷങ്ങളിലേക്കൊന്ന് പോകാം. ചാക്യാർ കൂത്തിൽ എ ഗ്രേഡ് നേടിയ പട്ടാമ്പി പരുദൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിറാമാണ് ഒപ്പം ചേരുന്നത്. ഇവിടെ ആരെയും കാണാനില്ലല്ലോ. ഇവിടെ ആളുണ്ട്, ഇയാളോട് ചോദിക്കാം. ഇവിടെ പരിപാടികളൊക്കെ എവിടെയാണ് നടക്കണേ? കലോത്സവ പരിപാടി ഇവിടെ പ്രധാന വേദിയിൽ വിക്രം മൈതാനിയിൽ പരിപാടി നടക്കുന്നുണ്ട്. പിന്നെ ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിൽ നല്ല ചാക്യാർ കൂത്തൊക്കെ നടക്കുന്നുണ്ട്, ഗംഭീരമായിരിക്കും. പിന്നെ അങ്ങനെ ഓരോ ഭരതനാട്യം, മോഹിനിയാട്ടം പരിപാടികളൊക്കെ. ചാക്യാർക്ക് ഇപ്പൊ എങ്ങോട്ടാ പോണ്ടേ? എനിക്ക് കുറച്ച് കൊള്ളാവുന്ന പരിപാടികൾ കാണുന്നുണ്ട്. ചാക്യാർ കൂത്ത് കാണാൻ പറ്റുമോ? ചാക്യാർ കൂത്ത് കാണാം. ചാക്യാർ കൂത്ത് ആംഗ്ലോ ഇന്ത്യൻ സ്കൂളിലാണ് നടക്കുന്നത്. നമ്മുടെ ബീച്ചിന്റെ അടുത്താണ് അതുള്ളത്. നമുക്കൊന്ന് അങ്ങോട്ട് നടക്കാം, കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാലോ. ഈ കോഴിക്കോടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കോഴിക്കോടിന്റെ പ്രത്യേകതകൾ എന്ന് പറയുമ്പോ നല്ല ഭക്ഷണമൊക്കെ കിട്ടുന്ന സ്ഥലമാണ് കോഴിക്കോട്. നല്ല ഹലുവ കിട്ടുന്ന സ്ഥലമാണ്. അത് ഞാനും കേട്ടിട്ടുണ്ട്, ഇവിടെ നല്ല ഹലുവയും ബിരിയാണിയൊക്കെ കിട്ടുന്നു. അത് എവിടേക്കാന്ന് പറഞ്ഞുതരൂ? ഹലുവ നല്ല മിഠായി തെരുവിൽ പോയാൽ നല്ല ഹലുവ കിട്ടും. ബിരിയാണി പിന്നെ ഇവിടെ എല്ലാ സ്ഥലങ്ങളിലും നല്ല ബിരിയാണി കിട്ടും. ചാക്യാർ ഹലുവ വാങ്ങുന്നുണ്ടോ? എങ്ങനെയാണ്? വാങ്ങിച്ചാ കൊള്ളാന്നുണ്ടേ. ചാക്യാർ കൂത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൽ നിങ്ങളുടെ കഥ പറച്ചിലും അതുപോലെ തന്നെ പാട്ട് ഒക്കെ ഭയങ്കര രസമാണ്. അതിനൊരു കുറച്ച് 2 ഭാഗം പറഞ്ഞു തരുമോ? അതിനെന്താ? ഹേ ഭൂപാ ശൃണുദാദരാദുപഗദോദൂത വൃഥാ ജന്മനാം മായാമോഹിതമൂഢലോകകലിത പ്രൗഢി സ ഗോപാലക പ്രത്യുത്ഥാസ്യതി യോസ്യ ദാസ്യതി സമേദണ്ഡ്യ സുവർണമിദം ഭാരദ്വാദശകേന ശാസന നിരാകർത്താം ജഗത്യാമിതി. ഹേ ഭൂപ, അല്ലേ ഭൂവന്മാര്, അല്ലെ രാജാക്കന്മാര്, ശൃണുത, നിങ്ങള് ശ്രവിക്കണം. ദുര്യോധനൻ സഭാവാസികളോട് പറയാണ്, നിങ്ങള് കേൾക്കണം, ഞാൻ പറയണ കാര്യങ്ങൾ നിങ്ങള് കേൾക്കണം. ഇന്ന് ഇങ്ങോട്ടൊരു ദൂതം വരുന്നുണ്ട്.
അപ്പോൾ ആ ദൂതൻ ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ പൃഥാജന്മനാം ദൂത എന്ന് വെച്ചാൽ കുന്തിപുത്രന്മാർ അവരുടെ ദൂതനാണ് ഇപ്പം ഇങ്ങോട്ട് വരണത്. അവരുടെ ദൂതന് മുന്നേ ഇങ്ങോട്ട് വന്നിട്ടുണ്ടല്ലോ. ഇത്ര കേമായിട്ട് പറയണമെന്നാണെങ്കിൽ ആരാണ് അവരുടെ ദൂതനായിട്ട് ഇവിടെ കാണുന്നത്? ഗോപാലക, ആ കൃഷ്ണൻ എന്ന് പറയുന്ന വിദ്വാനില്ലേ, അയാളാണ് ഇപ്പം ഇങ്ങോട്ട് ദൂതനായിട്ട് വരണത്. അപ്പോൾ ദുര്യോധനൻ സഭാവാസികളോട് പറയാണ്, കൃഷ്ണൻ ഈ സഭയിലേക്ക് വരുമ്പോൾ നിങ്ങൾ ആരും ഇരുന്ന സ്ഥലത്ത് നിന്ന് എണീറ്റ് അവനെ മാനിക്കരുത്. പട്ടാമ്പി പരുതൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ അഭിരാമാണ് ഈ കലാകാരൻ ചാക്യാരായി നമ്മളുടെ മുമ്പിലെത്തിയിരിക്കുന്നത്. ക്യാമറാമാൻ ശ്രീജിത്ത് സി കല്ലുമുട്ടിക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18 കോഴിക്കോട്. കോഴിക്കോട് ബീച്ചിൽ അറബി ബൈത്തുകളുമായി ദഫ്മുട്ട്. പ്രവാചകനെയും സൂഫി വര്യന്മാരെയും പ്രകീർത്തിച്ചുകൊണ്ടുള്ള ദഫ്മുട്ടിന് ആരാധകർ ഏറെയാണ് കോഴിക്കോട്. ദഫ്മുട്ടില്ലാതെ എന്ത് കലോത്സവമാണ്? കോഴിക്കോട് ബീച്ചിൽ നിന്ന് ദഫ്മുട്ടുമായി നമ്മോടൊപ്പം ചേരുന്നത് IUHS പരപ്പൂർ സ്കൂളിലെ കുട്ടികളാണ്. ദഫ്മുട്ട് കാണാം. അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാ ശൈഖുന യാ കുതുബ് ശൈലിയ കമിൻ കറാമ തിങ്കലന ബബരിഖുൽ ആദാതിലന حبه فيه بشكرا الله خلقنا സൂഫിമാരെയും പ്രവാചകനെയും പ്രകീർത്തിച്ചുകൊണ്ടാണ് ഈ ദഫ്മുട്ട് പാടുന്നത്. ക്യാമറമാൻ ഷാഫിയോടൊപ്പം സുവി വിശ്വനാഥൻ, ന്യൂസ് 18. കലോത്സവ വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല. വാർത്തകൾ ഇടവേളകളില്ലാതെ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ. വീണ്ടും കലോത്സവ വിശേഷങ്ങളിലേക്ക്. പെരിങ്ങോട് എന്ന പാലക്കാടൻ ഗ്രാമത്തിന് ഒരു പെരുമയുണ്ട്. മറ്റാർക്കും അവകാശപ്പെടാൻ കഴിയാത്ത പഞ്ചവാദ്യത്തിന്റെ പെരുമ. 48ാം വർഷമാണ് പെരിങ്ങോട് ടീം സംസ്ഥാന കലോത്സവത്തിൽ പഞ്ചവാദ്യത്തിന്റെ മധുരതാളം തീർക്കാൻ എത്തുന്നത്. പഞ്ചവാദ്യത്തിന്റെ പെരിങ്ങോടൻ പെരുമ എന്നത് കേവലം ആലങ്കാരികമായി പറയുന്ന കാര്യമല്ല. ആ പെരുമ ഒരു തലമുറയിൽ നിന്നും അടുത്ത തലമുറയിലേക്ക് കൈമാറി പോകുന്ന ഒരു വരദാനമാണ്. ആ പെരുമയ്ക്ക് പിന്നിലെ ആശാന്മാരെ നമുക്ക് ആദ്യം പരിചയപ്പെടാം. അതിനുശേഷം ഇത്തവണ കോഴിക്കോടിന്റെ മണ്ണിൽ ഈ പെരുമയുടെ വക്താക്കളാകാൻ വന്ന മിടുക്കന്മാരെയും പരിചയപ്പെടാം. ഇതാണ് മുരളിയേട്ടനാണ് ഈ സംഘത്തിലെ ഏറ്റവും മുതിർന്ന ആള്. ഈ സംഘത്തിന്റെ ഒരു കോർഡിനേറ്റർ എന്ന് പറയാം അല്ലേ? എങ്ങനെയാണ് ഈ ഒരു പാലക്കാടിന്റെ ഈ പഞ്ചവാദ്യ പെരുമ പെരിങ്ങോടിലേക്ക് എത്തുന്നതും അതിന്റെ ഒരു കൈമാറ്റവും എങ്ങനെയാണ്? അത് യുവജനോത്സവത്തിൽ പഞ്ചവാദ്യം ഒരു ഐറ്റമായിട്ട് എടുത്ത ആ സമയത്ത് അന്ന് ഈ ചിത്ര നമ്പൂതിരിപ്പാടാണ് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ. അദ്ദേഹം ആണ് ഈ പഞ്ചവാദ്യത്തിനെ ഇതിനകത്ത് യുവജനോത്സവത്തിൽ മത്സരാനായിട്ട് ഉൾപ്പെടുത്തിയത്. അത് 75-76 അങ്ങനെ അദ്ദേഹം പെരുങ്ങോടുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള ഒരാളാണ്, പൂമുള്ളി മാനേജായിട്ട്. അപ്പോൾ അവിടെ പഞ്ചവാദ്യം തുടങ്ങണം എന്ന് പറയുകയും ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ പഞ്ചവാദ്യം തുടങ്ങി. പക്ഷെ അത് ഇപ്പം 48 വർഷമായിട്ട് ഇതാണ്. 2 വർഷം 2025 വന്നാൽ ഞങ്ങളുടെ 50ാം വാർഷികം ആഘോഷിക്കുന്ന അവസരമാണ്. ഇത്രയും വളർന്ന് വലുതാവുന്നത് ഞങ്ങൾ ആരും പ്രതീക്ഷിച്ചതല്ല. പക്ഷെ ദൈവാനുഗ്രഹം കൊണ്ട് ഗുരുനാഥന്മാരുടെ ആദ്യ ബാച്ചിൽ മത്സരിച്ചു. 76. അതിനുശേഷം ഒരു കലോത്സവം മുടക്കിയിട്ടില്ലേ? മിക്കവാറും കലോത്സവങ്ങളിലൊക്കെ വരും. 76, 77, 78 പങ്കെടുത്തിട്ടുണ്ട്. ഈ ഇവിടുത്തെ ഒരു ഇത് കേട്ടില്ലെന്ന് വെച്ചാൽ അവിടെ പഠിച്ച ആളുകളെ അവതരിപ്പിച്ച് പിന്നെ അവർ ആശാന്മാരായി അങ്ങനെയാണുള്ളൊരു. ഇപ്പം അങ്ങനെയാണ്. ആദ്യം ഗുരുനാഥന്മാർ വേറെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ ഗുരുനാഥന്മാരുണ്ട്. ദേവനാശാൻ മരിച്ചു, കുമ്പാശൻ മരിച്ചു, മദ്ദലാശാൻ ഇപ്പോഴും ഉണ്ട്. പക്ഷെ ഇപ്പോൾ ചന്ദ്രനാണ് എൻ്റെ. ഇപ്പോൾ അവിടെ പഠിച്ച സീനിയർ ആൾക്കാരാണ്. എങ്ങനെയാണ് പരിശീലനമൊക്കെ കുട്ടികൾക്ക്? ഞങ്ങൾ സ്കൂൾ വിട്ടിട്ട് 4 മണിക്ക് ശേഷമാണ് പരിശീലനം ആരംഭിക്കുന്നത്. സ്കൂൾ 4 മണി മുതൽ 4:30 വരെ 4:45 വരെ പരിശീലനം ഉണ്ടാവും. അത് ദിവസവും ഉണ്ടാവും. എല്ലാ ദിവസവും ഞങ്ങൾ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് പരിശീലനം നടത്തുന്നത്. ഇദ്ദേഹമാണ് മദ്ദളം ആശാൻ, തിമലയുടെ ആശാൻ, ഇയാൾ ഉണ്ണിമോൻ. അങ്ങനെ എല്ലാവരും കൂടിയിട്ട് ഞങ്ങളെ സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ 1 മണിക്കൂർ 1 മണിക്കൂർ ഉണ്ടാവുള്ളൂ.
അത് ഒത്തൊരുമോട് കൂടിയിട്ട് സീനിയേഴ്സായിട്ടുള്ള ആൾക്കാരൊക്കെ വന്നിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളൊരു 1990 മുതൽ പെരുങ്ങോട് സ്കൂളിൽ പഞ്ചവാദ്യം, ഒരു പെരുങ്ങോട് ഹൈസ്കൂൾ പഞ്ചവാദ്യ സംഘം എന്നുള്ള ലേബലിലാണ് അറിയപ്പെടുന്നത്. അത് അതിൻ്റെ ഓഫീസും ഒക്കെ സ്കൂളിൽ തന്നെയാണ്. സീനിയേഴ്സായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ഇദ്ദേഹം പ്രസിഡന്റാണ്, ഞാൻ അതിൻ്റെ സെക്രട്ടറിയാണ്, ഇദ്ദേഹം ട്രഷററാണ്, ജോയിന്റ് സെക്രട്ടറി. ഞങ്ങളെല്ലാവരും കൂടി ഇതൊക്കെ സീനിയേഴ്സായി ഞങ്ങളുടെ മെമ്പേഴ്സാണ്. പ്രൊഫഷണലായിട്ട് നടത്തുന്നതാണ്. ഞങ്ങളൊരു 10-50 പേരുണ്ട്. സീസണിൽ ഞങ്ങളൊരു 10-80-90 പരിപാടികളൊക്കെ ഏറ്റെടുത്ത് നടത്തുന്നുണ്ട്. ഒരു കുഴപ്പമില്ലാത്ത രീതിയിൽ പോകുന്നുണ്ട്. എങ്ങനെയാണ് പുതിയ തലമുറയ്ക്ക് ഇതിനോടുള്ളൊരു ആഭിമുഖ്യം വരുന്നത്? പുതിയ തലമുറ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലത്തെ കാര്യം എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞങ്ങൾ ജൂൺ മാസത്തിൽ സ്കൂൾ തുറന്നാൽ അധ്യാപകർ ക്ലാസ്സിൽ നോട്ടീസ് കൊടുക്കും, പഞ്ചവാദ്യം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളോട് വരാൻ പറഞ്ഞിട്ട്. അങ്ങനെ അവർ ഓഫീസായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ് കുട്ടികളെ പരിശീലിപ്പിക്കുന്നത്. ഈ കോവിഡ് കാരണം കൊണ്ട് 2 കൊല്ലം ഉണ്ടായില്ല. ഇപ്രാവശ്യം ജൂൺ മാസത്തിൽ തുടങ്ങി നവംബർ ആകുമ്പോഴേക്കുമാണ് ഈ ടീമിനെ പരിശീലിപ്പിച്ച് സെറ്റാക്കിയത്. ഇത് ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഞങ്ങൾ ഈ കഴിഞ്ഞ 40 വർഷം പങ്കെടുത്തതിലും ഒരു കൊല്ലം വന്ന പിറ്റത്തെ കൊല്ലം 1-2 പേര് ബാലൻസ് ഉണ്ടാവാറുണ്ട്. തലേ കൊല്ലം വന്നവർ. കൊല്ലത്തെ ടീം 7 പേരും പുതിയതാണ്. അതാണ് ഇക്കൊല്ലത്തെ ഏറ്റവും വലിയ പ്രത്യേകത. എങ്ങനെയാണ് പുതിയ ടീമിന്റെ പെർഫോമൻസ്? നന്നായിട്ട് കൊട്ടും, ഒരു കുഴപ്പമൊന്നുമില്ല. ഈ ശരിക്കും പറഞ്ഞാല് മറ്റൊരു നാട്ടിലും ഇങ്ങനെ പാരമ്പര്യമായിട്ടൊരു കല മറ്റു തലമുറയ്ക്ക് കൊടുക്കുന്ന രീതി ഉണ്ടായിരിക്കില്ല. ഈ ഒരു ശൈലി രൂപപ്പെട്ടപ്പോൾ കുട്ടികളൊക്കെ അതോട് എത്രമാത്രം പൊരുത്തപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു ഇതിനോട്? സാധാരണ പലരും ഈ വാദ്യകലയോടൊക്കെ ആഭിമുഖ്യം കാണിക്കാതെ മാറിപ്പോകുന്ന ഒരു ശീലം പലർക്കും ഉണ്ടല്ലോ. എങ്ങനെയാണ് അത്? നമ്മൾ കുറച്ച് കുട്ടികളെ സെലക്ട് ചെയ്തെടുക്കും. അവര് താല്പര്യമുള്ളവർ അത് ശരിക്കും വരും. അപ്പം നമുക്കറിയാം അവർക്ക് നല്ല താല്പര്യം ഉണ്ടെന്ന്. അപ്പോൾ അവരെ സെലക്ട് ചെയ്തെടുക്കും. അപ്പോൾ അവർ ക്ലിയർ ആവും, എല്ലാം കൊണ്ടും ക്ലിയർ ആവും. 48 കൊല്ലത്തിനിടയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ ഈ ശൈലിയിലോ അതിന്റെ ആഖ്യാനത്തിലോ അവതരണത്തിലോ എന്തെങ്കിലും തരത്തിലുള്ള? അവതരണത്തിലും ശൈലിയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷെ ഞങ്ങളുടെ അവതരണത്തിൽ യാതൊരു മാറ്റവുമില്ല. ഞങ്ങൾ അടിസ്ഥാനമായിട്ട് അന്ന് പഠിപ്പിച്ച ആശാന്മാർ പഠിപ്പിച്ച അതേ സാധനം തന്നെ ഞങ്ങൾ ഇപ്പോൾ ഉപയോഗിക്കാറുണ്ട്. അതെ, പലരും പലതും ചെയ്യുന്നുണ്ട്, നമ്മളത് ചെയ്യാറില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നമുക്ക് ചെറിയ പെർഫോമൻസിലേക്ക് കുറിച്ച് പോകാം അല്ലേ? എല്ലാവരും വളരെ ആത്മവിശ്വാസത്തോടെയാണ് നിൽക്കുന്നത്. നമുക്കിനി ഇവരുടെ പെരിങ്ങോടിന്റെ പഞ്ചവാദ്യം ഒന്ന് ആസ്വദിക്കാം. നാൽപ്പത്തെട്ട് കൊല്ലം മുമ്പ് തുടങ്ങിയ പെരിങ്ങോടിന്റെ പഞ്ചവാദ്യ പെരുമ ഇപ്പോഴും തുടരുകയാണ്. ആ പാരമ്പര്യത്തിന്റെ മഹിമ കാത്തുസൂക്ഷിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ തലമുറയും ഈ മേഖലയിലുള്ളത്. അഖിലോട്ട് പറക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. കലോത്സവ വാർത്തകളുടെ പ്രത്യേക ബുള്ളറ്റിൻ പൂർണ്ണമാവുകയാണ്. കൂടുതൽ കലോത്സവ വിശേഷങ്ങൾ കാണാൻ ന്യൂസ് 18 യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. Da 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 dinna da 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 dinna da